ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേയുടെ ഷൂട്ടിംഗ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. പക്ഷേ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചധികം ലോങ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് കവർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഞാൻ എൻ്റെ ഫാമിലീനെ ഞാൻ പഠിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഒരു ഗോൾഡൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ തൃശ്ശൂർ റൗണ്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു പരേഡിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ തൃശ്ശൂർക്കാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പരിപാടിയൊന്നും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരുപാട് ആ സമയം അടുത്തൊരു സ്കൂളിലത്തെ പിള്ളേരുടെയും പിന്നെ ഇങ്ങനെ കളരി പഠിപ്പിക്കുന്ന സ്ഥലത്തെയും കരാട്ടയുടെയും അങ്ങനെ കുറേ സംഭവങ്ങളുടെ കുറച്ച് പ്രകടനങ്ങൾ, സൈക്കിൾ റാലി, പിന്നെ മറ്റേ സ്കേറ്റിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു പരേഡായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാണാൻ മാത്രമല്ല, അത് എന്തോ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വലിയ അറിവില്ല, കാരണം നമ്മളവിടെ നിന്ന് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല അതിലൊന്നും. അതുകൊണ്ട് തന്നെ വലിയ അറിവൊന്നുമില്ല. അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ആ റൗണ്ട്. തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിള്ളേർ അത്രയും നേരം ആ തൃശ്ശൂർ റൗണ്ട് ഫുള്ളായിട്ട് കറങ്ങി എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. നമ്മളെ കൊണ്ടൊന്നും പറ്റണ കാര്യങ്ങളേ അല്ല കേട്ടോ. കാരണം വെള്ളമൊക്കെയും കൊടുക്കണത് ഒരു ഇച്ചിരീശ വെള്ളം പീച്ച് കൊടുക്കുമായിരുന്നു കുപ്പിയിലൊക്കെ. അത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം അത് എത്രയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അത് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അങ്ങനെ പിന്നെ കളരിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല, കാരണം നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയായ കാരണം ടി വിയിലൊക്കെയും കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ നേർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ പന്തം വീശലും അങ്ങനത്തെ സംഭവങ്ങളും പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ കരാട്ടയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഗേൾസൊക്കെ കളരിയിൽ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അടിപൊളി, നല്ല ഫ്ലെക്സിബിളായിട്ട് അവരെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ വിചാരിച്ചത് തടിയുള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഫ്രണ്ടിൽ നിൽക്കണ ആ ചേച്ചി കണ്ടില്ലേ, അവരൊക്കെ എന്ത് സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും അടിപൊളിയായിട്ട് അവരതെല്ലാം ചെയ്ത് കാണിച്ചു തന്നു കേട്ടോ. നടു റോട്ടിൽ വെച്ചിട്ട് നമുക്കൊന്നും ചെരുപ്പിടാണ്ട് ഒരു ഇത്തിരി നേരം നടന്നു കഴിഞ്ഞാൽ കാല് പൊള്ളിയിട്ട് പാടുണ്ടാകുന്നില്ല. ഒരു 5 മണി 3 മണി 3:30 റോഡിൻ്റെ പൊള്ളലൊന്നും മാറിയിട്ടില്ല. ആ ഒരു ടൈമിലാണ് കേട്ടോ അവരതൊക്കെ ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഒരു മുഖത്തായ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. അങ്ങനെ അവരുടെ പ്രകടനമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുമക്കളുടേതായിട്ടാണ് കളരിയുടെ സംഘം, എന്നിട്ട് പാരമ്പര്യ കളരി സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ചെറിയ എനിക്ക് തോന്നുന്നു ഒരു 3 വയസ്സൊക്കെയുള്ള കുട്ടികൾ കളരിക്ക് ചേർന്നിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കളെ കളരിക്ക് വിട്ടാലോ എന്ന് ആലോചന ഉണ്ട്. പക്ഷേ വീട്ടിൽ വന്നിട്ടുള്ള അവരുടെ പ്രഹസനം കാണണ്ടേന്ന് ആലോചിച്ചിട്ട് മിണ്ടാണ്ടിരിക്കട്ടെ. കണ്ട എന്തൊരു കുഞ്ഞുമോനെ, മാഷാ അല്ലാ. അപ്പോൾ ഇവരൊക്കെയും ഓരോന്നൊക്കെയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കരാട്ട ഉണ്ണിയാർച്ചമാർ, എനിക്ക് ഭയങ്കര അവരുടെ കയ്യിൽ ആ വാളുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആ വാളും പിടിച്ചൊന്ന് നടക്കാനായിട്ട്. ഭയങ്കര എന്തെല്ലാം നടക്കാത്ത സ്വപ്നങ്ങളാണ് ഉള്ളിലല്ലേ. അങ്ങനെ ഭയങ്കര ഒരു ഗെറ്റപ്പിൽ പോണ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഗേൾസ് ഫൈറ്റ് ഇതൊക്കെ ചെയ്താന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അവർക്ക് അത്രയും ബോയ്സിനാകുമ്പോൾ അതിനോടൊരു ഇതുണ്ടാവും, പക്ഷെ ഗേൾസ് അതിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ പിള്ളേർ അടവുകളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം.
അതിക്ക് മുമ്പ് മറ്റേ സ്കീറ്റിങ്ങിൻ്റെ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മുമ്പ് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വോയിസ് ഓവർ നല്ലോണം കൊടുക്കേണ്ട കാരണം ഞാൻ എന്തൊക്കെയൊക്കെയോ കാണാതൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേര് വെയിറ്റിംഗ് ആണ്. അവരുടെ ഫാമിലിയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കൂടെ. കുറേ ഫാമിലീസ് വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റെഡ് ക്രോസിൻ്റെ പിള്ളേരും കുട്ടി പോലീസുകളൊക്കെ ഇങ്ങനെ നടക്കണ്ടപ്പോൾ എനിക്ക് സാധാപം തോന്നി. ഇച്ചിരി വെള്ളമെങ്കിലും കൊടുത്തിട്ട്, അപ്പോൾ വെള്ളം കൊടുക്കണ്ടപ്പോൾ അതിനേലും അക്രമം ഒരു ഇത്തിരീശ. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞി കുപ്പി വെള്ളം എല്ലാവരുടെ വായിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ അവർക്ക് അന്ന് കൊടുക്കണ വെള്ളം. ശരിയായിരിക്കും, കാരണം കൂടുതൽ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഛർദ്ദിക്കും, അല്ലെങ്കിൽ വയറ് കൊളുത്തി പിടിക്കും, അങ്ങനത്തെ ഒക്കെ അവസ്ഥകൾ ഉണ്ടായിരിക്കും. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിനൊക്കെ ചേരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെ കണ്ട് നിർവൃതി അടങ്ങുക, അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ ഗേൾസും ബോയ്സും ഒക്കെ ഇതിലുണ്ട്. സ്കൗട്ടും ഗൈഡും. ഇത് SPG ആണോ? റെഡ് ക്രോസിന് വൈറ്റ് അല്ലേ, ഇത് വേറെ സംഭവം. എന്തായാലും ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ പിള്ളേർ. അപ്പോൾ നമുക്ക് കാണാം.
ഉള്ളൂ കാര്യങ്ങൾ. തിരിച്ച് ശക്തനിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റിപ്പബ്ലിക് ഡേ ആയിരുന്നു. പോരാത്തതിന് അതിൽ സ്കൗട്ടിൻ്റെയും ഗൈഡിൻ്റെയും ഒക്കെ പിള്ളേർ നടക്കണ കാരണം കൊണ്ടും ആ പരേഡ് ഉണ്ടായിരുന്നുകൊണ്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് അവരെ കണ്ടു. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായി, അത്യാവശ്യം റൗണ്ടിൽ നല്ല ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ.